Very good morning, students. I'm again here with the new part of this EDP class. Okay, so in the first class, we have seen about the meaning of entrepreneur, definition of entrepreneur, and classifications. So, how do you classify an entrepreneur according to his work or according to his activities done? We can classify the entrepreneurs. Okay, so എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഹൗ വി ക്യാൻ സ്റ്റാർട്ട് എ ബിസിനസ്, ഹൗ ടു സ്റ്റാർട്ടപ്പ്, ഹൗ ടു കം അപ്പ് വിത്ത് ദി സ്റ്റാർട്ടപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ടുഡേയ്സ് portion, or today what we are going to discuss is about the qualities of the entrepreneurs, or we can say it as a traits of the entrepreneurs. Okay, you're almost having 14 points in your textbook. We cannot say accurately this quality should he possess, this quality he should not possess. We cannot say that. Most of the persons have these qualities and traits. What makes a person to become an entrepreneur is the question. What makes him? If a person is afraid of everything, if a person is confused of everything, when a person is feeling very comfort in what he has, so a person who possesses all those qualities will not become an entrepreneur. പറഞ്ഞത് മനസ്സിലായോ? എന്താണ് ഒരു മനുഷ്യനെ ഒരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ഓൺട്രപ്രനറാക്കി മാറ്റുന്നത്? അതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഏതൊരു വ്യക്തിയാണോ എന്ത് ചെയ്താലും പേടിയായിട്ട് കരുതുന്നത്, ഏതൊരു വ്യക്തിയാണോ എന്ത് ചെയ്താലും കൺഫ്യൂസ്ഡ് ആകുന്നത്, ഏതൊരു വ്യക്തിയാണോ ഇത് മതി ഇത് മതി എന്ന് പറഞ്ഞ് ജീവിക്കുന്നൊരു വ്യക്തി, അങ്ങനത്തെ ആൾക്കാരെ ഒരിക്കലും ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രനറായിട്ട് മാറില്ല. ഒരു ഓൺട്രപ്രനർ ആവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ്, എ പേഴ്സൺ ഷുഡ് ബി റെഡി ടു ടേക്ക് എനി റിസ്ക്. Can a frightening person can take risk? Can he face risk? No. He cannot face the risk because he is frightened or because he is afraid of everything. Okay. So, when you want to become an entrepreneur, first of all, you should come out of it. You should be courageous enough. You should be bold enough to face the challenges. And you're going to come out of the comfort zone, because comfort zone will give you more comfort and you will be perfectly inside, and you will be perfectly inside the shell. So sitting inside the shell will never give you anything. Okay. When the chick inside the egg breaks out the shell, and when it comes outside, only it can see the world. അല്ലേ? ഒരു കുഞ്ഞു കോഴിക്കുട്ടി ആ
കോഴിമുട്ടയുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഭയങ്കര കംഫർട്ടായിട്ട് ഫീൽ ചെയ്യും. കാരണം ഒന്നിനെ കുറിച്ചും പേടിക്കണ്ട, ഭയങ്കര കംഫർട്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ ആ കോഴിക്കുഞ്ഞ് വിചാരിക്കുകയാണ് നമുക്കിനി പുറത്തേക്ക് വരേണ്ട, ദിസ് ഈസ് സോ നൈസ്, ദിസ് പ്ലേസ് ഈസ് സോ നൈസ്, വി ക്യാൻ സിറ്റ് ഇൻസൈഡ് ദിസ്. അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനെ പുറത്തുള്ള ലോകം കാണാനായിട്ട് സാധിക്കില്ല, അല്ലേ? അപ്പോൾ അതിന് പുറമെയുള്ള ഹാർഡ് ഷെൽ അത് പൊട്ടിച്ച് കളഞ്ഞിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. ഇറ്റ് ഈസ് ബ്രേക്കിംഗ് ഇറ്റ് ഔട്ട്. So any person who wants to start a business has to come out from the comfort zone and must be ready to face the challenges and also take up the risk. So we cannot say perfect quality, this he should possess, this she should possess, nothing we can say that. So എങ്ങനെയാണ് നമുക്ക് ഇന്ന ക്വാളിറ്റി വേണമെന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ഏകദേശം ഇതൊക്കെയാണ് ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണറിൻ്റെ കയ്യിൽ ഉണ്ടാകേണ്ടത് എന്ന് പറയും. സോ വി ഹാവ് സീൻ അബൌട്ട് ദ ലോട്ട് ഓഫ് ഓൺട്രപ്രണേഴ്സ്. നമ്മൾ ന്യൂസ് പേപ്പറിലായാലും അല്ലെങ്കിൽ നമ്മൾ നല്ല നല്ല ജേർണൽസ് മാഗസീൻസിലൂടെയൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സിനെ കുറിച്ച് നമ്മൾ വായിക്കാറുണ്ട്. വായിച്ചിട്ടുള്ള അറിവുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സക്സസ്ഫുൾ ഓൺട്രപ്രണേഴ്സിനെ കുറിച്ച് ഒരു ചെറിയ കാര്യം ഒന്ന് അന്വേഷിച്ചറിയാം, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു എന്തൊക്കെ. ഓക്കെ, ഓരോരുത്തരുടെ ഉള്ളിലും ഒരു ടൈപ്പ് ഓഫ് ഫയർ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനത്തിൽ അവർ എത്തിയിട്ടുള്ളത്. ഓക്കെ, ചില ആൾക്കാർക്ക് അവരുടെ ഫാമിലി ആയിട്ട് കിട്ടിയിട്ടുള്ളതായിരിക്കാം ബിസിനസ് എന്ന് പറയുന്നത്. ചില ആൾക്കാർ എന്ത് ചെയ്യും, അവരുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെയെങ്കിലും ലോകം മുഴുവൻ അറിയിക്കണം എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് അവർക്കുള്ള നോളജ്, ടാലൻസ് ഇത് ഒരിക്കലും ഒരു ജോബിലൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ബിസിനസ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഡു യു നോ ദ ഫുൾ ഫോം ഓഫ് ജോബ്? അറിയോ? ജോബിൻ്റെ ഫുൾ ഫോം അറിയോ? ജസ്റ്റ് ഒബേ ദ ബോസ്. ഓക്കെ, ജസ്റ്റ് ഒബേ ദ ബോസ്. സോ വാട്ട് ഹി ഈസ് സെയിങ്, what he is instructing us to do, that is what the people going for the job will do it. Just obey the boss. That is not really wanted, because when you go for a job, you are not using your talents, your experiences, your knowledge in a proper way. You are just obeying the manager or the MD of the organization. What he is instructing to do, you are doing it. Isn't it? You are not doing anything creatively. So what a person has to do, if you want to come up in life, if we want to come up as the first richest person, you should have that feeling. I must be rich. I must be rich. So you will be rich when you become success, when you achieve the progress, and still you work hard, and also you know what the other person think about you. ഇതെല്ലാം കൂടി വരുമ്പോഴാണ് റിച്ചസ്റ്റ് പേഴ്സൺ ആവുന്നത്. സോ റിച്ച്നെസ് എന്ന് പറയുന്നത് മൈൻഡിലും നമുക്ക് റിച്ച്നെസ് വേണം, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള റിച്ച്നെസ് വേണം, മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള റിച്ച്നെസ് വേണം. നമ്മൾ ഒരിക്കലും ഒരു പൊസിഷൻ അറ്റൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കാനുള്ളതല്ല. സ്റ്റിൽ വി വാണ്ട് ടു അച്ചീവ്. When you give more to the society,
God will give you more and more and more. He will fill you with all His blessings because you're working hard to help others, because you're working hard to give employment opportunities, and you're striving hard to utilize your knowledge. Okay, so everything counts in. സോ അപ്പോൾ എല്ലാം നമുക്ക് എന്തിൻ്റെ ഭാഗമാണ്? ക്വാളിറ്റിയുടെ ഭാഗമാണ്. അസിം പ്രേംജി, അതേപോലെ തന്നെ നമ്മുടെ ഭാരതി എയർടെൽ, ധീരുഭായ് അംബാനി, ഇങ്ങനെ സക്സസ്ഫുൾ എൻട്രപ്രനേഴ്സിൻ്റെ ഹിസ്റ്ററി നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല പ്രാവശ്യം പല അറ്റംപ്റ്റുകളും നടത്തി തോറ്റ് പിന്മാറിയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അങ്ങനെയാണ് അവരൊരു ബിസിനസ് രംഗത്തേക്ക് അവർ വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് ഒരു പേഴ്സണിന് എന്താണ് വേണ്ടത്? പാഷൻ ഫോർ ബിസിനസ്. ഒരാളുടെ കീഴിൽ അടിയറവ് വയ്ക്കാനുള്ളതല്ല നമ്മുടെ ക്രിയേറ്റിവിറ്റിയും നമ്മുടെ ടാലൻസും നോളജും. സോ ഫസ്റ്റ് തിങ് ഈസ് ഐ ഷുഡ് ഹാവ് ദി പാഷൻ ഫോർ ദി ബിസിനസ്. I should come up with flying colors. 4 ആൾക്കാരെ അറിയാവുന്ന രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഡക്റ്റ് എൻ്റെ കമ്പനിയിൽ നിന്ന് പബ്ലിക്കിലേക്ക് റീച്ച് ചെയ്യണം. എന്നാലേ നമുക്ക് ദാറ്റ് ഈസ് നമ്മൾ ജീവിക്കുന്നതിന് നമുക്കൊരു അർത്ഥം ഉണ്ടാവുള്ളൂ. വി ക്യാൻ പുട്ട് അവർ സിഗ്നേച്ചർ ഇൻ അവർ ലൈഫ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഞാൻ പാഷനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും ചില ആൾക്കാരുണ്ട് അവർക്ക് നല്ല ബിസിനസ്മാൻ ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ പല ജീവിത സാഹചര്യങ്ങൾ, ചിലപ്പോൾ ചിലരുടെ ജീവിതത്തിൽ ചില പാരൻസ് പറയും, മോനെ നമുക്ക് കുറേ കടങ്ങളുണ്ട്, അപ്പോൾ നീ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് വല്ല നഷ്ടം വരാൻ നിൽക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ജോലിക്ക് പോവാം. The first negative thing in your life you hear. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ തിരിച്ചു പറയേണ്ടത് നിങ്ങളായിട്ടുണ്ടാക്കിയിട്ടുള്ള കടങ്ങളാവില്ല, നമ്മുടെ പാരൻസായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കടങ്ങളായിരിക്കാം. നിങ്ങളുണ്ടാക്കിയിട്ടുള്ള കടത്തിന് ഞാൻ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ പാഷൻ എന്ന് പറയുമ്പോൾ പാഷൻ ഫോർ ലേണിംഗ്, അതായിരിക്കണം നമുക്ക് ആദ്യം വേണ്ടത്. ബിക്കോസ് ലേണിങ്ങിൻ്റെ എന്ന് പറയുന്ന ഭാഗം എടുത്ത് കളഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് എന്താണ്? ഏർണിംഗ് അല്ലേ? അപ്പോൾ ലേണിങ്ങിൽ എന്തുണ്ട്? ഏർണിംഗ് ഉണ്ട്. സോ വെൻ യു ഹാവ് ദി പാഷൻ ഫോർ ലേണിംഗ് യു വിൽ ഗെറ്റ് ദി വേ ഫോർ ഏർണിംഗ്. അതാണ് നമ്മുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും നമ്മുടെ പാഷൻ നമ്മൾ വിട്ടുകളയരുത്. ആ പാഷൻ്റെ പുറകെ പോയാൽ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുമുണ്ട്, ഫേമസ് ആയിട്ടുള്ള പല ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. ഇവർ ചിലപ്പോൾ ഒരിക്കൽ എന്താ പറയുക ജോബിൽ അവർ നിന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം, ഒരു ഓർഗനൈസേഷൻ്റെ കീഴിൽ ചിലപ്പോൾ ജോലിക്കാരായിട്ട് നിന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം. എന്തോ ഒരു സ്പാർക്ക് കിട്ടിയിട്ട്, അതായത് അവർക്ക് അവരുടേതായ ഒരു നോളജ് അല്ലെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി ഓർഗനൈസേഷനിൽ ഇല്ലാത്തത് എന്താണ്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൽ മാർക്കറ്റിൽ എന്താണോ ഇല്ലാത്തൊരു സംഭവം, പക്ഷേ ആൾക്കാരൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്താണോ, ഇഫ് ദാറ്റ് എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ബി സക്സസ്ഫുൾ എന്നുള്ള കാര്യം. നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ കമ്പനിയുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ അത് മെറിറ്റാക്കി മാറ്റി നമുക്ക് വേറെ പ്രോഡക്റ്റായിട്ട് ഇറക്കാനായിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ, ഈ കമ്പ്യൂട്ടേഴ്സിൻ്റെ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓർഗനൈസേഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ഓരോ പേഴ്സൻ്റെയും നീഡ് അനുസരിച്ചിട്ടുള്ളൊരു കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. കസ്റ്റമൈസേഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. It is the owner of the Dell computers. അങ്ങോരാണ് ആദ്യം മിക്സ് ചെയ്തത്. ദാറ്റ് ഈസ്
പല കമ്പ്യൂട്ടർ കമ്പനീസിനും ചെയ്യാൻ സാധിക്കാത്തത് എന്തായിരുന്നു? കസ്റ്റമൈസേഷൻ. ഓരോരുത്തരുടെ നീഡും ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ ഡോക്ടേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ എൻജിനീയേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ലൈബ്രറി യൂസിനായിരിക്കാം, ഓഫീസ് യൂസിനായിരിക്കാം, അക്കൗണ്ട്സിൻ്റെ യൂസിനായിരിക്കാം, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ യൂസിനായിരിക്കാം. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് യൂസ്. ചില ആൾക്കാർക്ക് മ്യൂസിക്കിൻ്റെ രീതിയിലായിരിക്കാം. ഫോർ ഡിഫറെൻറ്റ് പേർപ്പസ് ദേ യൂസിങ് ദി കമ്പ്യൂട്ടേഴ്സ്. But all the ready-made computers are not matching with that of the use of the people. So what they have done എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ നീഡ്സ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ കെയിം വിത്ത് ന്യൂ ഐഡിയ ബിക്കോസ് പീപ്പിൾ ക്യാൻ പേ മോർ ഫോർ എനി ഐഡിയ. എത്ര നമുക്ക് ഓരോ ഡിഫറെൻറ്റ് ഐഡിയാസിന് ആൾക്കാരിന്ന് പൈസ കൊടുക്കാൻ റെഡിയാടോ. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്ന കാര്യമെന്ന് പറയുന്നത് പാഷൻ ഫോർ ബിസിനസ്സാണ്. സോ ഓൾവേസ് ട്രൈ ടു ഗോ ബിഹൈൻഡ് യുവർ പാഷൻ. സോ ആസ് ഐ ടോൾഡ് earlier, you must have a passion for learning because in learning you have the way for earning. അപ്പോൾ കാര്യങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമാണ്, അല്ലെങ്കിൽ കാര്യങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിവുണ്ടെങ്കിലാണ് നമുക്ക് അതിൽ കാശുണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ എനി ഐഡിയ വിച്ച് ക്ലിക്സ് ആൻഡ് ഓൾ ദി പീപ്പിൾ ആർ റെഡി ടു പേ ഫോർ ഇറ്റ് എന്നുള്ളതാണ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദി ഫസ്റ്റ് പോയിൻറ്റ്. സെക്കൻഡ് വൺ ഈസ് ക്രിയേറ്റിവിറ്റി. അല്ലേ, ഞാൻ കഴിഞ്ഞ പോയിന്റിൽ തന്നെ കുറേ പ്രാവശ്യം ക്രിയേറ്റിവിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പല ആൾക്കാരും ദറ്റ് ഈസ് പല ഓർഗനൈസേഷനിൽ നമ്പർ 1 ഓർഗനൈസേഷനിൽ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ while they work for the organization, they don't have a chance to do something creatively. They have idea, but they are not having the freedom to work in such environment. So the people who have the self-confidence and the people who are ready to work and who are ready to face any risk and who are much more confident, they will come out of the organization and they will set their own goals or their own way to reach their goal. അവർ തന്നെ ഗോൾ ഡിസൈൻ ചെയ്യുകയും അത് റീച്ച് ചെയ്യാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മളൊരു എല്ലാവരുടെ കയ്യിലും ഒരു പേപ്പർ തരാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് എ പീസ് ഓഫ് ന്യൂസ് പേപ്പർ. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ എ പീസ് ഓഫ് പ്ലെയിൻ പേപ്പർ. എല്ലാവരുടെ കയ്യിലും ഒരു A4 ഷീറ്റ് തരാണ്. And I am giving you 5 minutes time. You can do anything with that paper. Okay, so you can do anything with that paper.
എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. സോ ഇതേപോലെ പല പ്രാവശ്യം ക്ലാസ്സിൽ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ് റൂം ട്രാൻസാക്ഷൻ ഇല്ല, എല്ലാം ഓൺലൈനിലൂടെയാണ്. ഇപ്പോൾ സാധാരണ ഞാൻ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ I'll share the experiences which I had. അപ്പോൾ ഈ 5 മിനിറ്റ് സമയം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് കഴിഞ്ഞാൽ ഓരോ കുട്ടികളുടെ അടുത്തും ഞാൻ പറയും 5 മിനിറ്റ് കഴിഞ്ഞാൽ ഈ പേപ്പർ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് എനിക്കിവിടെ കാണിച്ചു തരണം. ആൻഡ് ഹാവ് ടു എക്സ്പ്ലെയിൻ വൈ യു ഹാവ് ഡിഡ് ഇറ്റ് എന്നുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ തിങ് നിങ്ങൾ ചെയ്തത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നത് ബോട്ടാണ്. ആൻഡ് ദെൻ പിന്നെ കുറച്ച് കുട്ടികൾ ഒരു കാറ്റഗറി വരുന്നത് റോക്കറ്റാണ്. പിന്നെ കുറച്ച് കുട്ടികൾ വരുന്നത് വീശറി ഉണ്ടാക്കിയിട്ടാണ്. ഓക്കെ, ഇത് മൂന്നും വെരി സിമ്പിൾ ആൻഡ് ദീസ് 3 things ആർ വെരി കോമൺ. ഓക്കെ, അതിൽ പല പല വെറൈറ്റികൾ വന്നു തുടങ്ങി. അത് എന്താണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ആ തന്ന പേപ്പർ കൊണ്ട് അതിനെ ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു പൂവാക്കി മാറ്റിയിട്ടുണ്ട്. ചില കുട്ടികൾ അതുകൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു മണി പേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. മണി പേഴ്സ് അതിന് നല്ല ഫ്ലാപ്പൊക്കെ വെച്ച് മടക്കാവുന്ന രീതിയിൽ നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു മണി പേഴ്സ് ഉണ്ടാക്കി. ചില കുട്ടികൾ കിളീനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പല തരത്തിലുള്ള പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഫ്ലവറിലല്ല ഞാൻ പറഞ്ഞു, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് യു ക്യാൻ മേക്ക് ഇറ്റ് വിത്ത് എ പീസ് ഓഫ് പേപ്പർ. ഓക്കെ, ആൻഡ് അനദർ തിങ് ഈസ്, ഒരു കുട്ടിയുടെ നിന്ന് ഞാൻ പേപ്പർ നോക്കിയപ്പോൾ എന്താ ചെയ്തതെന്ന് നോക്കിയപ്പോൾ അതിലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, കോട്ട്സ്. ഓക്കെ, അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള പേപ്പറിനെ വാല്യുബിളാക്കുക എന്നുള്ളതാണ്. സോ എങ്ങനെ അതിനെ ട്രാൻസ്ഫോം ചെയ്യാം, ദാറ്റ് ഈസ് യുവർ ക്രിയേറ്റിവിറ്റി. ഐ ഹാവ് ഗിവൻ യു എ പ്ലെയിൻ പീസ് ഓഫ് പേപ്പർ ആൻഡ് സം ഓഫ് ദി സ്റ്റുഡൻസ് ഹാവ് മെയ്ഡ് boat out of it. Some of the students have made hand fan. Some of the students have made rockets. Some of the students have made flowers. And then some of the students have made money purse. Okay, ഇങ്ങനെ കുറേ തരത്തിൽ കുട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ കാണുന്നൊരു വെറൈറ്റിയാണ്. അതേപോലെ തന്നെ ഒരു കുട്ടി ആ പേപ്പറിൽ മനോഹരമായിട്ടുള്ള വേർഡിങ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി അതിൽ മനോഹരമായ ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വിത്തിൻ 5 minutes ആണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഓക്കെ, പിന്നെ ഒരു പ്രാവശ്യം ഒരു ക്ലാസ്സിൽ ഞാൻ ഇതേപോലെ 5 minutes അല്ല കൊടുത്തത്, ഞാൻ ഒരു 1/2 hour കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പല കുട്ടികൾക്കും ആദ്യം ഈ ബോട്ട് ഉണ്ടാക്കലൊക്കെ അവർ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ കുറേ ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവർ മറന്നു. അങ്ങനെ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ തെറ്റി, മറ്റേതായി മറിച്ചതായി. പിന്നെ അവർ വീണ്ടും ഒരു കാര്യങ്ങളൊക്കെ പിക്കപ്പ് ചെയ്ത് ദേ ഹാവ് ഡൺ ഇറ്റ് എന്നുള്ളതാണ്. ഇതൊക്കെ അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ആണ്. വിത്തിൻ മിനിറ്റ്സ് നമുക്കിതൊന്നും ചെയ്ത് തീർക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഓക്കെ, സോ ഞാൻ പറഞ്ഞില്ലേ, ഒരു 1/2 hour കൊടുത്തിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു കുട്ടി എൻ്റെ കയ്യിൽ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് തന്നു. അവൻ കൊണ്ടുവന്ന് തന്നതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നറിയോ? നല്ല ഭംഗിയുള്ള മാലപ്പടക്കം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ക്രാക്കേഴ്സ്. അവൻ ഉണ്ടാക്കിയത് മുഴുവൻ ക്രാക്കേഴ്സായിരുന്നു. ഈ മാലപ്പടക്കം നിങ്ങൾക്കറിയാം, അതൊരു ഇങ്ങനെ എന്താ പറയുക, അതിങ്ങനെ കോർത്ത് കെട്ടിയിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ പേപ്പറിൻ്റെ ഭാഗങ്ങൾ യൂസ് ചെയ്തിട്ട് നല്ല രസമായിട്ട് അവൻ കെട്ടിയിട്ടുണ്ടായിരുന്നു.
വളരെ ഭംഗിയാണ്. അത് വളരെ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. അതല്ലാതെ നിങ്ങൾ അതൊക്കെ പൊട്ടിപ്പോവും. എല്ലാതും എന്താ പറയുക, ഒരു സിംഗിൾ പീസസ് ആയിട്ട് അത് മാറും. വളരെ നല്ല ഭംഗിയായിട്ടൊരു മാലപ്പടക്കം ഉണ്ടാക്കി തന്നു. അത് മാത്രമല്ല നമുക്ക് ഒറ്റപ്പടക്കങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞ് ബോംബുകൾ, ദാറ്റ് ഈസ് എന്താ പറയുക, നമ്മൾ ഈ പടക്കം പൊട്ടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതിനെ കുഴിമിന്നി അങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ പേര് പറയുക, അതിനെ പല പേരുകൾ നമ്മൾ പറയും. അതായത് ചെറിയ അതിൻ്റെ രൂപവും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം അതേപോലെ തന്നെ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അവനെ പേപ്പർ കൊണ്ട് അതിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആ തന്ന അരമണിക്കൂറോ അല്ലെങ്കിൽ 10 മിനിറ്റോ 5 മിനിറ്റോ കുട്ടികൾ അവരുടെ വെറൈറ്റീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ടാലൻസ്, കുറേ കുട്ടികൾ ഇതെടുത്തു, ബോട്ടൻ എടുത്തു. അത് എന്തുകൊണ്ടാണ്? അവർക്ക് പുതിയതായിട്ടൊന്നും ചെയ്യാൻ താല്പര്യമില്ല. സോ ഷീ ഹാസ് ഗിവൻ സം വർക്ക് ആൻഡ് വി ഹാവ് ടു ഡു സംതിങ് വിത്ത് ദിസ് പീസ് ഓഫ് പേപ്പർ. അതിൻ്റെ ഒരു പേരിൽ അവരൊരു സാധനം ഉണ്ടാക്കി. പക്ഷേ ചില കുട്ടികൾ അത് ഇത്രയും വെറൈറ്റി, നല്ല രസമുള്ള ഒരു ഭംഗിയുള്ള പീക്കോക്കിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി. അതിന് ഈ പറയുന്ന പോലെ തന്നെ ചിറകും കാര്യങ്ങളൊക്കെ അതിൻ്റെ മയിൽപ്പീലിയൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ തന്നൊരൊറ്റ പീസ് ഓഫ് പേപ്പറിൽ തന്നെയാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചില ആൾക്കാർ നല്ല ഭംഗിയുള്ള ഇലകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരുടെ ഈ ക്രിയേറ്റിവിറ്റി. അപ്പോൾ എന്തുകൊണ്ടാണ് ചില കുട്ടികൾ ആരും ഉണ്ടാക്കാത്തത് ഒരു സംതിങ് ഡിഫറെൻ്റായിട്ട് ഉണ്ടാക്കണം എന്നുള്ള ചിന്ത വരുന്നത്? മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരേ ടൈപ്പ് ഓഫ് ബിസിനസ് നമ്മളും ചെയ്ത് കഴിഞ്ഞാൽ ഷുവർലി അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ബട്ട് വെൻ യു കം അപ്പ് വിത്ത് എ ന്യൂ ഐഡിയ, ദ ഹോൾ പ്രോഫിറ്റ് വിൽ ബി യോഴ്സ് എന്നുള്ളതാണ്. സോ when you are coming to the market, when you want to launch with any new product, what you have to actually do is come with a new idea, come up with a new product എന്നുള്ളതാണ്. Okay, so passion for business, along with that you should have the creativity to do something new എന്നുള്ളത്. Okay, and third one is willingness to make sacrifices and assume risk. ബിസിനസ്മാനിനെ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് മൈൻഡ് സെറ്റിംഗ് ഓഫ് സാക്രിഫൈസിങ്. പലതും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഒരു പേഴ്സണിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സമയം എന്താണ്? To spend with his family എന്നുള്ളതാണ്. And that is considered as more precious. So ആ ഫാമിലിയുടെ കൂടെ അയാൾ ചെലവഴിക്കാൻ ഉദ്ദേശിച്ച അത്ര സമയം ഏതിന് കിട്ടുന്നില്ല? ഒരു ബിസിനസ്മാൻ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടില്ല. വളരെ കുറച്ച് സമയമേ കിട്ടുള്ളൂ. കാരണം ആൾ ഏറ്റെടുത്തിട്ടുള്ള റിസ്ക്, ആൾ ചെയ്യുന്ന ജോലി, അതിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. സോ ഫാമിലിയോട് ചേരുന്നൊരു സമയം എന്ന് പറയുന്നത് വളരെ കുറച്ച് നേരം മാത്രമേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഹോളിഡേയ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ എന്നുള്ളതാണ്. ആൻഡ് ഇഫ് ദർ ഈസ് എനി പ്രോഗ്രാം or events like that, anything in the family or relations, that will be in those cases he will not be able to take part in those. കാരണം ഇയാൾക്ക് ബിസിനസ് എൻറ്റിറ്റിയും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകേണ്ടി വരും. അപ്പോൾ ഓരോ റിലേറ്റീവ്സിൻ്റെയും ഓരോ ഫങ്ഷൻസിനും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഇയാൾക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കില്ല. ജോലിക്കാണെങ്കിൽ നമുക്ക് ലീവ് എടുക്കാം. ഇത് നമ്മുടേതായ ഓൺ കൺസേൺ ആണ്.
So if we are not there, and if any people find that we are not responsible in the business, that may affect our business also. സോ റിസ്ക് എടുക്കാനും സാക്രിഫൈസ് ചെയ്യാനും എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ പല സാക്രിഫൈസസ് ചെയ്യാനും തയ്യാറാകണം എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇൻസെപ്പറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹാർഡ് വർക്ക്. ഒരു പേഴ്സണിന് വേണ്ട ക്വാളിറ്റി എന്നുള്ളതല്ല, ഇത് ഇൻബോൺ ആയിരിക്കണം. ഇറ്റ് ഈസ് നമുക്കൊരു ലീജർ ടൈം, അതല്ലാന്നുണ്ടെങ്കിൽ ഹി വിൽ ഡു ദാറ്റ് പേഴ്സൺ മേ ഡു ദിസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറിയിരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കണ്ടിന്യൂസ് വർക്ക് ഉണ്ടായിരിക്കണം, ഹാർഡ് വർക്ക് ഉണ്ടായിരിക്കണം. പലപ്പോഴും പല പ്രാവശ്യം തോറ്റ് പിന്മാറിപ്പോയതാവാം, പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു പോരണമെന്നുള്ളതാണ്. എത്രയോ ആൾക്കാരുണ്ട് നമ്മുടെ ദറ്റ് ഈസ് എന്തെന്ന് പറയാം, ദ പേഴ്സൺ ഹു ഹാസ് ഇൻവെൻറ്റഡ് ദി ബൾബ്, തോമസ് ആൽവ എഡിസൺ. ഓക്കെ. ആളിത് ഈ ഒരു ബൾബ് ഉണ്ടാക്കാനായിട്ട് എത്രത്തോളം സമയം അല്ലെങ്കിൽ എത്രത്തോളം മാസങ്ങളെടുത്തു. അതൊന്ന് ആ ബൾബിൻ്റെ ഒരു ഫോമിലേക്ക് വരാനായിട്ട്, ഒരു ലൈറ്റിൻ്റെ ഒരു ഫോമിലേക്ക് അത് കൊണ്ടുവരാനായിട്ട്. ഓക്കെ. ആൻഡ് വെൻ ഹി വാണ്ടഡ് ടു ചെക്ക് വെദർ ഇറ്റ് ഈസ് വർക്കിംഗ് ഓർ നോട്ട്, അതിന് വേണ്ടിയിട്ട് ആ ബൾബൊന്ന് ഹോൾഡ് ചെയ്യാനായിട്ട് ഹി ഗേവ് ഇറ്റ് ടു ഹിസ് ഫ്രണ്ട്. അപ്പോൾ ഇത് കാണാനായിട്ട്, അയാളുടെ എക്സ്പെരിമെൻ്റ് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ ഫ്രണ്ട്സിൽ ഒരാൾക്ക് ഇയാൾ ബൾബ് ഒന്ന് പിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഹൗ ഇറ്റ് ഹാസ് ഡ്രോപ്പ്ഡ് ഫ്രം ഹിസ് ഹാൻഡ്. അയാളുടെ കയ്യിൽ നിന്ന് അത് താഴെ വീണു. സോ ഇയാളുടെ മുഖമൊക്കെ മാറി. കാരണം അത്രയും എഫേർട്ട് എടുത്ത്, അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇയാളിത് ആദ്യത്തെ ക്രിയേഷനായിട്ട് കൊണ്ടുവന്ന് ഇതിൻ്റെ സ്വിച്ച് ഒന്ന് കത്തിച്ച് ഒന്ന് കാണാനായിട്ട്, ഹൗ ഇറ്റ് ഈസ് കണക്റ്റഡ്, ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണാനായിട്ട് ആകാംക്ഷയോടു കൂടി നോക്കിയിരിക്കുന്നൊരു സമയത്താണ് ഇറ്റ് ഹാസ് ബീൻ ഡ്രോപ്ഡ് ഫ്രം ഹിസ് ഫ്രണ്ട്സ് ഹാൻഡ് ആൻഡ് ഇറ്റ് വാസ് ബ്രോക്കൺ ടു പീസസ് എന്നുള്ളതാണ്. തകർന്നു പോയില്ലേ? ആരെ? തോമസ് ആൽവ എഡിസൺ ആണോ തകർന്നു പോയത്? നെവർ. ആളുടെ ഫ്രണ്ട് തകർന്നു പോയി. പക്ഷേ ആളെന്താ പറഞ്ഞതെന്നറിയോ? ഇതെനിക്ക് വീണ്ടും ഇത് ഈ രീതിയിൽ തന്നെ മാനുഫാക്ചർ ചെയ്തെടുക്കാനായിട്ട് 24 hours മതി. ഓക്കെ. അപ്പോൾ ആളുടെ ഫ്രണ്ട്സിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്താ വെറുതെ പുഞ്ചിരിച്ച് ഒന്നും പറയാതെ നീങ്ങിപ്പോയതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞ മറുപടിയാണത്. ഓക്കെ. ഇതെനിക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു 24 hours അല്ലെങ്കിൽ ഒരു 48 hours ഒന്ന് മെനക്കെട്ടാൽ മതി. ഐ ക്യാൻ ഡു ഇറ്റ്. ബട്ട് ഇഫ് ഐ സേ എനിത്തിങ് ആൻഡ് ഇഫ് ഇറ്റ് ഹേർട്സ് ഹിം, ചിലപ്പോൾ ഞാൻ 24 years ആയാലും ആ ഫ്രണ്ട്ഷിപ്പ് പഴയതുപോലെ എനിക്ക് പുതുക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. സോ ഐ ഡോണ്ട് വാണ്ട് ടു ബ്രേക്ക് എ ഫ്രണ്ട്ഷിപ്പ്. സോ ഐ ക്യാൻ ഡു ഇറ്റ്. കാരണം ഞാൻ ഒരിക്കൽ ചെയ്തതാണ്, എനിക്ക് ഒന്നും കൂടിയും ചെയ്യാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇത് പൊട്ടിയതിൻ്റെ പേരിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അത് അദ്ദേഹത്തിനെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ അത് ബാധിച്ചേക്കാം. സംടൈംസ് ആ ഒരു മുറിവ് ഉണങ്ങാതെ കിടക്കാം. പിന്നെ ഒരു 24 വർഷമെടുത്താലും ആ മുറിവ് അവിടെ ഉണ്ടാവാം. അപ്പോൾ അത് കാരണം അതില്ലാതാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. സാരമില്ല, നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ വീണേക്കാം, പൊട്ടിയേക്കാം, കുഴപ്പമില്ല. വിച്ച് ഐ ക്യാൻ മാനേജ്. നമുക്ക് നഷ്ടമില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പെട്ടെന്ന് ഒരാളെ ചീത്ത പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതുകൊണ്ട് ഒന്നും നേടാൻ നമുക്ക് പറ്റില്ല. പൊട്ടിപ്പോയി നമുക്ക് ചേർക്കാൻ പറ്റും. അയാളെ കുറേ വഴക്ക് പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഇല്ല, എഗെയിൻ ഐ ഹാവ് ടു ഡു ഇറ്റ് അല്ലേ. അപ്പോൾ അതിന് ശക്തി കിട്ടാനായിട്ട് നമ്മൾ സാരില്ല, പൊട്ടിയോ സാരില്ല, കുഴപ്പമില്ല, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ളതല്ലല്ലോ. ഇനി അറിഞ്ഞുകൊണ്ട് ചെയ്തതായാലും സാരില്ല, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ റീജോയിൻ ഇറ്റ്, ഐ ക്യാൻ ക്രിയേറ്റ് ഇറ്റ് ന്യൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാവുന്നതാണ്. സോ അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എത്ര പ്രാവശ്യം നമ്മൾ തോറ്റാലും, എത്ര പ്രാവശ്യം ഫെയിലിയേഴ്സ് വന്നാലും നമുക്ക് വീണ്ടും വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വേണമെന്നുള്ളതാണ്. ആൻഡ് ദെൻ ഡിസയർ ഫോർ ഹൈ അച്ചീവ്മെൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ഐ വോണ്ട് ടു ബിക്കം റിച്ച് ഇൻ ദ സെൻസ് ഓഫ് മൈൻഡ് ആൻഡ് ഓൾസോ ഇൻ ദ ബോഡി. എല്ലാ കാര്യത്തിലും റിച്ച്നെസ് ഉണ്ടാവണം. റിച്ച്നെസ് നമ്മുടെ കണ്ണുകളുടെ കാഴ്ച ഇല്ലാതാക്കരുത്. റിച്ച്നെസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനും വേണം, നമ്മുടെ ശരീരത്തിനും വേണം, നമ്മുടെ ഹാർഡ് വർക്കിന് കിട്ടുന്ന ബെനഫിറ്റാണ്. സോ ദാറ്റ് ഗിവ്സ് യു മോർ ആൻഡ് മോർ എനർജി. Desire for high achievement. I want to achieve this. I want to become a successful person. ഭാരതി എയർടെൽ, ഇതിലേക്ക് വരുന്നതിനേക്കാളും മുമ്പ് പല തരത്തിലുള്ള ബിസിനസ്സസ് ആണ് ആൾ ചെയ്ത് നോക്കിയത്. ഹെൽത്ത് കെയർ ബിസിനസ് ഉണ്ടായിരുന്നു, ക്യാപ്സ്യൂൾസ് ഉണ്ടാക്കുന്ന മരുന്നുണ്ടാക്കുന്ന കമ്പനീസ് ഉണ്ടായിരുന്നു, ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ടായിരുന്നു. അവിടുന്ന് പലതിലും അയാൾ പിന്നാക്കം നിന്നുകൊണ്ടിരുന്നു. അതേപോലെ തന്നെ ടെലിഫോൺസിലാണ് അയാളുടെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം, പണ്ടത്തെ ടെലിഫോണുകൾ നിങ്ങൾക്കറിയാം, നമുക്കിങ്ങനെ ഡയൽ ചെയ്യണം. ഓരോ നമ്പേഴ്സും വി ഹാവ് ടു ഡയൽ ജസ്റ്റ് ലൈക്ക് ദിസ്, വി ഹാവ് ടു റൊട്ടേറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, 0 1 2 3 ഇങ്ങനെ നമ്മളിങ്ങനെ നമുക്ക് ആവശ്യമുള്ള നമ്പർ ഏതാണെങ്കിൽ അതിങ്ങനെ ഡയൽ ചെയ്തുകൊണ്ടിരിക്കും. സോ അത് കഴിഞ്ഞിട്ടാണ് സംതിങ് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്യാം, ആൾക്കാർക്ക് കുറച്ചും കൂടി ഈസിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 3 നമ്പേഴ്സ് 4 നമ്പേഴ്സ് 5 നമ്പേഴ്സ് വരിക്കൊക്കെയാണ് ലാൻഡ് ഫോണിലുണ്ടായിരുന്നത്. അപ്പോഴേക്കാണ് അത് 6ഉം 7 നമ്പേഴ്സ് വരിക്കൊക്കെ എത്തിയിട്ടുള്ളത്. ഓക്കെ, മൊബൈൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 10 നമ്പേഴ്സാണ്. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരാളെ വിളിക്കണമെങ്കിൽ 10 പ്രാവശ്യം നമ്മൾ കറക്കണം. നമ്മൾ എത്ര പ്രാവശ്യം പല ആൾക്കാരെയും നമ്മൾ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കറക്കി ഇരുന്ന കൈയിൻ്റെ പൊസിഷൻ, വിരലിൻ്റെ പൊസിഷനൊക്കെ എന്താവും എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കാം. സോ ആ സമയത്താണ് പുഷ് ബട്ടൺ. ഓക്കെ, നമ്മുടെ ഫോൺസിലുള്ള ദർ ഇസ് പുഷ് ബട്ടൺ ആയിട്ടുള്ള ഒരു ഫോണായാൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല, സക്സസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പ്രചോദനമാണ് എയർടെൽ എന്ന് പറയുന്ന ഒരു സംവിധാനം തുടങ്ങാനായിട്ട്, ഭാരതി എയർടെൽ. ഇങ്ങനെ ഓരോ പേഴ്സണാലിറ്റീസിന് പുറകെയും പല ഫെയിലിയേഴ്സിൻ്റെ കഥകളുണ്ടായിരിക്കും. സോ ദേ ഹാവ് നോട്ട് സ്റ്റോപ്ഡ് വിത്ത് ദാറ്റ്. വൺസ് ഇഫ് ദേ failed, they have not stopped with that. They are going on. അവർ വീണ്ടും അവർ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദേ ആർ ഗെറ്റിംഗ് ഗുഡ് സക്സസ് ഇൻ ദാറ്റ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഒപ്റ്റിമിസം. ഒപ്റ്റിമിസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സക്സസ്ഫുൾ ഓൺടർപ്രന്യേഴ്സ് ആർ നോട്ട് വറീഡ് ബൈ ദി പ്രസൻറ്റ് പ്രോബ്ലംസ് ബിക്കോസ് ദേ ഓൾവേസ് വ്യൂ വിത്ത് ദി പോസിറ്റീവ് തിങ്കിങ് എന്നുള്ളത്. ഞാൻ പല ക്ലാസ്സുകളിലും നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഞാൻ പറയും, നിങ്ങളുടെ അടുത്താണോ അല്ലെങ്കിൽ പലപ്പോഴും പല കുട്ടികളെയും കാണുമ്പോഴും ക്ലാസ്സിലൊക്കെ ഞാൻ വെച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഡോണ്ട് ഓൾവേസ് തിങ്ക് ദാറ്റ് പോസിറ്റീവ് തിങ്സ് വിൽ ഹാപ്പൻ. പോസിറ്റീവ് തിങ്സ് ഹാപ്പൻ ചെയ്യുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് തിങ്സ് ഹാപ്പൻ ചെയ്യും. പക്ഷേ സംടൈംസ് അൺഎക്സ്പെക്റ്റഡ്ലി ഒരു നെഗറ്റീവ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു എന്നുള്ള പ്രിക്കോഷനും നമ്മൾ ചെയ്തിരിക്കണം. അതാണ് ഞാൻ പറയാറുള്ളത്. ദാറ്റ് ഈസ് യു ഹാവ് ടു
when you are having an action plan, there should be two plans, plan A and plan B. If everything goes on fine, you can implement plan A. But if anything goes wrong, what step you have to take, what precaution you have to consider, what changes you have to make എന്നുള്ളതൊക്കെ when you implement plan B, you will get it. ഓക്കെ, അതാണ് അതിൽ ഓപ്റ്റിമിസത്തിൽ വരുന്നത്. അതിൽ ഇതേപോലെ തന്നെ ഈ തോമസ് ആൽവ എഡിസൻ്റെ വേറൊരു കേസ് എന്താണെന്നുണ്ടെങ്കിൽ, ഇയാളുടെ ഫാക്ടറി നശിച്ചുപോയി ഒരു തീപിടുത്തം കാരണം. സോ ഇയാൾ കാര്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ദറ്റ് ഈസ് 20 years ഇയാൾ എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, 20 years ഇയാൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് ഇത് ചെയ്ത് ഫൈനലി ഹി ഹാസ് റിട്ടൺ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇയാളുടെ ഫാക്ടറി മുഴുവനും കത്തിയും നശിച്ചു പോയി. എങ്ങനെ? ഇയാൾ വളർത്തുന്ന ഒരു ചെറിയ പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. സോ ക്യാൻഡിൽ ലൈറ്റ് അന്ന് യൂസ് ചെയ്തിരുന്നത്, ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നണം. എന്നിട്ട് ഇത് എന്താ പറയുക, ബൾബ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല, അതിന് മുമ്പാന്ന് തോന്നണം. അപ്പോൾ ഇത് ആ മണ്ണെണ്ണ വിളക്ക് എന്ത് ചെയ്തു, നമ്മുടെ ഏറ്റവും സ്നേഹിച്ച് വളർത്തിയ ആ പട്ടിക്കുട്ടി അത് തട്ടിയിട്ടോട് കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന പേപ്പറും കാര്യങ്ങളൊക്കെ തീപിടിച്ചു. ഒന്നും തന്നെ അണയ്ക്കാൻ പറ്റിയില്ല, മുഴുവനായി കത്തി നശിച്ചു എല്ലാ കാര്യങ്ങളും. പട്ടീനെ കുറേ തല്ലിയ ഇല്ല, കുറേ വഴക്ക് പറഞ്ഞ ഇല്ല. അയാൾക്കറിയാം ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, കാരണം നശിക്കാനുള്ളത് നശിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തോറ്റു പിന്മാറിയ ഇല്ല. He again started to write. He again started to discover. He again started to examine. ഓക്കെ, അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തു. ഇയാൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. എനിക്ക് എന്തായാലും പുതിയൊരു കാര്യം തുടങ്ങാനായിട്ട് ദൈവം വീണ്ടും എനിക്കൊരവസരം തന്നതിനായി ദൈവമേ അങ്ങേക്ക് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് അയാൾ വീണ്ടും തുടങ്ങി. He never criticized and he never made any complaint on the things what has happened. ഫുള്ളും ആഷസ് ആയിട്ടാണ് തിരിച്ചു വന്നത്. ഒന്നുമില്ല, അയാളുടെ കമ്പനിയിൽ ഒന്നും എടുക്കാനില്ല, അയാളുടെ ഫാക്ടറിയിൽ ഒന്നുമില്ല. എവ്രിതിങ് ഹാസ് ഗോൺ ടു ആഷസ്. ബട്ട് there was no regrets, there was no complaints, nothing was there. So he just started to work again, and he thanked God that he has got the opportunity to start again. അയാളുടെ ജീവിതത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും തുടങ്ങാൻ പറ്റുമോ വീണ്ടും? ഇല്ല. അപ്പോൾ ആളെന്താ പറഞ്ഞു, ദൈവത്തിന് നന്ദി പറയുക ചെയ്ത് എൻ്റെ ജീവൻ നിലനിർത്തി, അതുകൊണ്ട് എനിക്കൊരു പുതിയ അവസരം കൂടി കിട്ടി എന്നുള്ളതാണ് ആൾ പറഞ്ഞത്. ഓക്കെ, സോ ഓപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുക. ഇഫ് എനിത്തിങ് ബാഡ് ഹാപ്പൻസ് ടേക്ക് ഇറ്റ് ഫോർ ദി ഗുഡ് എന്നുള്ള കാര്യം. ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നല്ലതിനായിട്ടൊരു നന്മയ്ക്കായിട്ട് മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഫോർസൈറ്റ്. Entrepreneurs should have good foresight. ഫോർസൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം, present conditions and past conditions. Based on that, what will happen in future, or you can assume the trend, what is going on now in the present era. So what will be in future എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഫോർസൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കാൽക്കുലേഷന് എളുപ്പമായിരിക്കും. ഓക്കെ, ടൈംലി ആക്ഷൻസ് എടുക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദെൻ സെൽഫ് കോൺഫിഡൻസ്. നമുക്ക് മാറ്റി വയ്ക്കാനായിട്ട് പറ്റില്ല, കോൺഫിഡൻസ് വേണം, സെൽഫ് കോൺഫിഡൻസ് വേണം. എന്നെക്കൊണ്ട് പറ്റും. പേടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ബിസിനസ് സെറ്റാവില്ല. വരുന്നോടത്ത് വെച്ച് കാണാമെന്നുള്ള ധൈര്യമുള്ള ആൾക്ക് മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇന്നോവേറ്റീവ് എബിലിറ്റി, പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാം, പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാം.
എന്നുള്ളതാണ് ഇന്നോവേറ്റീവ് എബിലിറ്റിയോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം there is nothing constant in the world except change. മാറ്റങ്ങൾക്ക് മാത്രമാണ് ഒരു മാറ്റവുമില്ലാതെ തുടരുന്നത്, അല്ലേ? എല്ലാ പ്രാവശ്യവും മാറിക്കൊണ്ടേയിരിക്കും. കൺസ്യൂമറിൻ്റെ ടേസ്റ്റിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ഒരേ പാറ്റേൺ ഓഫ് ഡ്രസ്സാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? അല്ല, നമുക്ക് എന്താ പറയുക, ഡിഫറെൻറ്റ് പാറ്റേൺസ് വിച്ച് ഈസ് ദ മോസ്റ്റ് ട്രെൻഡി, അത് നമുക്ക് ഇഷ്ടമാവാറുണ്ട്. മാറി മാറി വരുന്ന ഫാഷനുകൾ നമുക്ക് ഇഷ്ടമാവാറുണ്ട്. ആർ യു ഹാവിങ് ദ സെയിം ടൈപ്പ് ഓഫ് ഫുഡ് എവറി ഡേ? നോ, യു ഹാവിങ് ഡിഫറെൻറ്റ് ഫുഡ് ബിക്കോസ് യു ഹാവ് യുവർ ഓൺ ക്രിയേറ്റിവിറ്റി ടു ഡു ദാറ്റ്. ഒരേ ഫുഡ് തന്നെ തരാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം? മടുത്തു പോവും ആൾക്കാർക്ക്, അല്ലേ? അപ്പോൾ മാറ്റങ്ങൾക്ക് മാത്രമാണ് ഒരിക്കലും മാറ്റമില്ലാത്തത്. അപ്പോൾ ഈ മാറ്റങ്ങൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അക്കോർഡിംഗ് ടു ദി ടേസ്റ്റ് ഓഫ് ദി കൺസ്യൂമർ പുതിയ പുതിയ കാര്യങ്ങൾ രംഗത്തേക്ക് വരണം. എന്നാലാണ് നമുക്ക് നിലനിൽപ്പുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. ആൻഡ് ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ PBS പഠിച്ചൊരു കാര്യമാണ്. ഓർമ്മയിലുണ്ടോ? കമ്മ്യൂണിക്കേഷൻ സ്കിൽ, how you are speaking, how you are looking, the way you talk, the way you laugh, the way you look at others, everything counts, your personality. ഓർമ്മയിലുണ്ടോ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് എന്താണ്? ദി ക്രിയേറ്റർ, അതല്ലാന്നുണ്ടെങ്കിൽ ദ ഓൺട്രപ്രണർ ചിന്തിക്കുന്നത്. ഓൺട്രപ്രണറിനൊരു കാഴ്ചപ്പാടുണ്ട്, ഇത് ഇങ്ങനെയായി തീരുമെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അത് ഫുൾഫിൽ ചെയ്യാനാണ് ആളുടെ കീഴിൽ ഉള്ള ജോലിക്കാരെന്ന് പറയുന്നത്. സോ ആളെന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ആളുടെ എംപ്ലോയീസിന് അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പില്ലാതെ പോകണം. പലപ്പോഴും പല മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് സംടൈംസ് ഇൻ ദി ഓർഗനൈസേഷൻസ് between the employees, there will be misunderstandings. Why do such things happen? Why do such things take place? എന്നുള്ളതാണ്. So due to communication gap, പല കാര്യങ്ങളും അറിയേണ്ടവർ അറിയേണ്ട സമയത്ത് അറിയാറില്ല. പലപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാറുമില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ട് ചെയ്തില്ല? അറിഞ്ഞില്ല. എന്തുകൊണ്ട് അറിഞ്ഞില്ല? എല്ലാവരോടും, അതല്ലാന്നുണ്ടെങ്കിൽ പറയേണ്ട ആൾക്കാരോട് പറഞ്ഞിട്ടില്ല. സോ ദി കമ്മ്യൂണിക്കേഷൻ ഇസ് നോട്ട് ക്ലിയർ. There should be a well-defined communication between the customers, between the employees, between the suppliers and between the creditors. ഇതെല്ലാവരിലും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മെനഞ്ഞെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ദെൻ ടെക്നിക്കൽ നോളജ് ആൻഡ് വില്ലിംഗ്നെസ് ടു ചേഞ്ച്. സോ നോ വൺ is going to work in the traditional method itself, which creates more loss. നമ്മൾ ഒരിക്കലൊരു സംഭവം ഇംപ്ലിമെൻ്റ് ചെയ്തു, അത് അന്നത്തെ വലിയ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ലാഭകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇയേഴ്സ് പാസ്റ്റ് എന്ന് പറയുമ്പോൾ, കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഈ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ പഴഞ്ഞനായിട്ട് മാറും, പഴയതായിട്ട് മാറും. സോ you're having the good technology which is not much costly and which is cost beneficial is available in the market, and you're prolonging with the technology which suffers more loss. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ പരമാവധി ലോസ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ടെക്നിക്കൽ നോളജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടെക്നിക്കൽ നോളജ്, പുതിയ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. ആ പുതിയ കാര്യങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം.
അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മളാദ്യം പഠിക്കണം. ഓക്കെ, അപ്പോൾ പുതിയ മാറ്റങ്ങളോടുകൂടി കാര്യങ്ങൾ നമ്മുടെ കമ്പനിയിലും നമ്മുടെ ഓർഗനൈസേഷനിലും ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും വിസമ്മതിക്കരുത്. ഓക്കെ, then is determination, courage and perseverance. So when you want to do something, okay, അതിനോടുള്ള ഒരു ഡിറ്റർമിനേഷൻ, അതേപോലെ തന്നെ അപ്സ് ആൻഡ് ഡൗൺസ് വരാറുണ്ട്. ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും സ്റ്റേബിളായിട്ട് പോകുന്ന കാര്യങ്ങളല്ല. അപ്പോൾ റിസ്ക്കും കാര്യങ്ങളൊക്കെ കറേജിയസ്നെസ്സോട് കൂടിയിട്ട് തന്നെ അത് ഏറ്റെടുക്കാനും പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ ചെയ്യാനുള്ള ഒരു സ്റ്റെബിലിറ്റി, പെർസെവറൻസ് നമുക്കതിൽ ഉണ്ടാകും വേണം. ഓക്കെ, ആൻഡ് ദെൻ ലീഡർഷിപ്പ്. നെക്സ്റ്റ് പോയിന്റ് ഇസ് ലീഡർഷിപ്പ്. സോ ദ entrepreneur is a person who is going to lead his flock എന്നുള്ളതാണ്. ആളിനെ അനുസരിച്ച് നിൽക്കുന്ന എംപ്ലോയീസിനെ ലീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, പറഞ്ഞ് ധരിപ്പിക്കാനുള്ള കപ്പാസിറ്റി, പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി, ചെയ്ത് കാണിച്ചു കൊടുക്കാനുള്ള തൻ്റെ ഇടം, ഇതൊക്കെയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു ക്ലാസ്സിലൊരു ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ലീഡർ ഷുഡ് ബിക്കം എ റോൾ മോഡൽ ഫോർ അതർ സ്റ്റുഡൻസ് എന്നുള്ളതാണ്. ഓക്കെ, അതർ സ്റ്റുഡൻസിന് റോൾ മോഡൽ ആയിരിക്കണം ഒരു ലീഡർ എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ തന്നെ പറയും, മാം, ഈ ലീഡർ ഇസ് നോട്ട് വർത്തി ബിക്കോസ് ഹീ ഹിംസെൽഫ് ഇസ് എ ഗ്രേറ്റ് എക്സാമ്പിൾ ഫോർ നോട്ട് ഡൂയിങ് ദ തിങ്സ് പ്രോപ്പർലി. സോ ലീഡറിനേക്കാളും എഫിഷ്യൻ്റായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വൈ ഡു വി വാണ്ട് ദിസ് ഡംപ് ലീഡർ എന്നുള്ളതാണ് പറയുക. സോ യു ആർ ബിക്കമിങ് എ വേസ്റ്റ്. സോ ലീഡർ എന്ന് പറയുമ്പോൾ റോൾ മോഡലായിരിക്കണം, കൃത്യമായിട്ടുള്ള വിഷൻ ഉണ്ടായിരിക്കണം, കൃത്യമായിട്ടുള്ള മിഷൻ ഉണ്ടായിരിക്കണം, അതിലേക്ക് ലീഡ് ചെയ്യാനായിട്ട് അതർ എംപ്ലോയീസിനെ ലീഡ് ചെയ്യാനായിട്ട് സാധിക്കണം. എന്നാലാണ് അവരുടെ വിഷൻ ആൻഡ് മിഷൻ ഫുൾഫിൽ ആവുള്ളൂ. ആൻഡ് ദെൻ ടീം സ്പിരിറ്റ്. ലാസ്റ്റ് വൺ ഇസ് ടീം സ്പിരിറ്റ്. എനി entrepreneurship is not success with a single person's energy. If it is a business setup, sure there will be someone to help him. സോ ഇത് ഒരിക്കലും ഒരു ഒറ്റപ്പെട്ട വർക്കല്ല, അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ മാത്രം ഡെഡിക്കേഷൻ അല്ല അവിടെ വരുന്നത്. ഒരു ടീമായിട്ടുള്ള എംപ്ലോയർ ആൻഡ് ദി എംപ്ലോയീസ്, അതല്ലാന്നുണ്ടെങ്കിൽ സബോർഡിനേറ്റ്സ്, സുപ്പീരിയറും കുറച്ച് സബോർഡിനേറ്റ്സും, ഇവരെല്ലാവരും കൂടിയിട്ട് കൂട്ടായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമാണ് അവിടെ സക്സസ് ഉണ്ടാവുള്ളൂ. അത് ഞാൻ പറഞ്ഞു, ടീം സ്പിരിറ്റ്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു സ്പിരിറ്റ് ഉണ്ടായിരിക്കണം. സോ വി ആർ വർക്കിംഗ് ഇൻ ദി ടീം. അതിൻ്റെ ഇടയിൽ നമ്മൾ സ്പ്ലിറ്റ് ഉണ്ടാക്കരുത്. ഒരുമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് തന്നെ എന്നുള്ളൊരു സ്പിരിറ്റാണ് ടീം സ്പിരിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഒരു വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മുടെ ടീമിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും കൂടി അത് സപ്പോർട്ടീവായിട്ട് ചെയ്ത് ആളിനെയും നമ്മുടെ കൂടെ നിർത്താനായിട്ട് നമ്മൾ പഠിക്കണം. കാരണം എല്ലാവരും ഒരുപോലെയല്ല. എവ്രി വൺ ആർ യൂണിക്. സോ കുറവുകളും നിറവുകളും എല്ലാം നിറഞ്ഞ ആൾക്കാരായിരിക്കും. അപ്പോൾ പല കാര്യങ്ങളിൽ കഴിവുള്ള ആൾക്കാർ ചില കാര്യങ്ങൾ തീരെ കഴിവില്ലാത്തതായിരിക്കാം. സോ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് കൂടെ നിൽക്കുന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കോ വർക്കേഴ്സാണ്. ഓക്കെ, സോ അതാണ് ടീം സ്പിരിറ്റ് എന്ന് പറയുന്നത്. സോ ഇതിലും നമുക്ക് ഇന്ന ക്വാളിറ്റി വേണം, ഇന്ന ക്വാളിറ്റി വേണ്ട എന്ന് നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. കാരണം പല കാര്യങ്ങളും ഇൻബോണാണ്. നമുക്കാകെ കൂടി അതിൽ വളർത്തിയെടുക്കാവുന്ന സ്കില്ലുകൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ സോഫ്റ്റ് സ്കിൽസ് വേണ്ടി വരും. ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്, അതിനൊക്കെ നമ്മൾ പഠിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തത് എന്താണ്? ലേണിംഗ്. എല്ലാത്തിനും ഓരോ ക്വാളിറ്റിക്കും വേണ്ട
ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലേണിംഗ് ആണ്. സോ ലേണിംഗ് ഇംപ്രൂവ്സ് യുവർ നോളജ്. Learning increases your efficiency. Learning gives you more ideas. Learning helps you to take good decisions. അങ്ങനെ ലേണിംഗ് ആണ് നമുക്കവിടെ ബേസായിട്ട് നമുക്ക് നിൽക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ വി ആർ മൂവിങ് ഓൺ വിത്ത് ദി functions of the entrepreneur. So what are the work the entrepreneur has to do എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓൺട്രപ്രനറിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് 10 കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പ്ലാനിങ് ദി പ്രൊജക്റ്റ്, ഓർഗനൈസിങ്, റിസ്ക് ടേക്കിംഗ്, മാനേജ്മെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ്, search for market, distribution of income, innovation, liaison with the government, project implementation and other functions. So before starting up the project, we should have a good plan about it. We should organize. നമുക്ക് ഏത് പ്രൊജക്റ്റ് തിരഞ്ഞെടുക്കണം, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, അതിന് പ്രൊജക്റ്റിനെ കുറിച്ചിട്ടുള്ള വെൽ ഡിറ്റർമൈൻഡ് അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിൻറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഓരോ സ്റ്റേജിലും what we are going to do, how many people are involved in this, how much of capital is put into use, what technology we are going to adopt, how much employees we are going to hire എന്നുള്ളതുപോലെ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് വേണം. What is the plan of the company after 6 months? What the company is going to do after 5 years? When the company has to think about the diversification. എന്നിങ്ങനെ ഒരു കമ്പനീനെ കുറിച്ച് A to Z ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, റിപ്പോർട്ട്സ് എന്തൊക്കെ വേണം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് വേണം, ആരുടെ കയ്യിൽ നിന്നൊക്കെ പെർമിഷൻസ് മേടിക്കണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നിങ്ങനെ പ്രൊജക്റ്റിലെ ഒന്നും നമുക്ക് മാറ്റിവെക്കാനില്ല. പ്ലാൻ ദി പ്രൊജക്റ്റ് പ്രോപ്പർലി. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഓർഗനൈസ് ഇറ്റ്, ബിക്കോസ് ലാൻഡ് ലൈസ് സംവെയർ, ലേബർ ലൈസ് സംവെയർ ആൻഡ് ക്യാപിറ്റൽ ലൈസ് സംവെയർ. സോ ദീസ് 3 തിങ്സ് ഹാവ് ടു ബി ബ്രോട്ട് ടുഗെദർ. അതാണ് കൃത്യമായിട്ടുള്ള ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ക്യാപിറ്റലും ലേബറാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പെൻസീവായിട്ട് വരുന്നത്. അപ്പോൾ ലാൻഡിനെ നമുക്ക് എവിടേക്കും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ലാൻഡ് ഉള്ള സ്ഥലത്തേക്ക് ക്യാപിറ്റലിനും ലേബറിനെയും കൊണ്ടുവരാനായിട്ട് അറ്റ് ദി ചീപ്പസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ എക്കണോമിക്കൽ റേറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ദറ്റ് ഈസ് അബൌട്ട് ഓർഗനൈസിങ്. ആൻഡ് ദെൻ തേർഡ് വൺ ഈസ് റിസ്ക് ടേക്കിംഗ് ആൻഡ് അൺസർട്ടനിറ്റി. ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇസ് ഓൾവേസ് അൺസർട്ടൻ ആണ്, ഗ്ലോമി ആണ്. എന്തായിരിക്കും, ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവും, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ വി ഹാവ് ടു സെറ്റ് അപ്പ് ദി മൈൻഡ് വാട്ട് മേ ഹാപ്പൻ, ദാറ്റ് ഈസ് ഫോർ എ ഗുഡ് ആൻഡ് വി ക്യാൻ കം അപ്പ് വിത്ത് ദാറ്റ് എന്നുള്ളതാണ്. നെക്സ്റ്റ് തിങ് ഈസ് മാനേജ്മെൻറ്റ്. സോ വി ഹാവ് പ്ലാൻഡ് ദ പ്രൊജക്റ്റ്, വി ഹാവ് ഓർഗനൈസ്ഡ് ഇറ്റ് വെൽ ആൻഡ് വി ആർ റെഡി ടു ടേക്ക് ദ റിസ്ക് and now we are going to manage it properly എന്നുള്ളതാണ്. സോ മാനേജ് ചെയ്യുക പറയുന്ന അതിൻ്റെ എല്ലാ എലമെൻസും ടച്ച് ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ദെൻ ഡിസിഷൻ മേക്കിംഗ്. സോ വാട്ട് ഡിറ്റർമിനേഷൻ ഓഫ് ദി ബിസിനസ് ഒബ്ജക്റ്റീവ്സ്, പ്രൊക്യൂർമെൻറ്റ് ഓഫ് മിഷൻ, മെറ്റീരിയൽസ്, മെൻ, മണി, ഇതൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കും, ആരെ എവിടെ നിന്ന് കൊണ്ടുവരും. ചില സമയത്ത് നമുക്ക് പല കാര്യങ്ങൾക്കും ആപ്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കണം. സോ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ച എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പല പ്രിൻസിപ്പിൾസും പല ടൂൾസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇഫ് എ മാനേജർ ഡസ് എനിത്തിങ് ദാറ്റ് കംസ് ഫ്രം ദി ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ്. ദാറ്റ് കംസ് ഫ്രം ഹിസ് ഗുഡ് ഡിസിഷൻ എന്നുള്ളതാണ്. സോ ഡിസിഷൻ മേക്കിംഗ് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു സംഭവമാണ്. And then search for market.
സോ നമ്മുടെ പ്രോഡക്ട്സ് മാർക്കറ്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ വിച്ച് കൈൻഡ് ഓഫ് മാർക്കറ്റ്, ഇൻ്റർനാഷണൽ വേണോ, ഡൊമസ്റ്റിക് വേണോ, അതല്ലാന്നുണ്ടെങ്കിൽ വിത്തിൻ ദ സ്റ്റേറ്റ് വേണോ, ഇസ് ദാറ്റ് വി ഹാവ് ടു പ്ലാൻ, മേക്ക് എ പ്ലാൻ അബൌട്ട് ഇറ്റ്. ആൻഡ് ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. സോ ഹൗ യു ആർ ഗോയിങ് ടു ഡിസ്ട്രിബ്യൂട്ട് ദ ഇൻകം വിച്ച് യു ആർ ഗോയിങ് ടു ഗെറ്റ്. സോ നമ്മൾ പ്രോഡക്റ്റിന് ഒരു പ്രൈസ് ഫിക്സ് ചെയ്തു, മാർക്കറ്റിൽ അത് സെയിൽ ചെയ്തു, ആൻഡ് വി ആർ ഗെറ്റിംഗ് ദി റവന്യൂ ഫോർ ദാറ്റ്, ആൻഡ് വി ആർ ഫെച്ചിങ് ദി ഇൻകം. So we are collecting the income. So how we are going to distribute the income? എല്ലാ പ്രാവശ്യവും ക്യാപിറ്റലിൽ നമ്മൾ അതൊരു പെർസെൻറ്റേജ് മാറ്റി വയ്ക്കണോ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ എംപ്ലോയീസിന് നമുക്ക് അതിൻ്റെ ഒരു ഷെയർ നമുക്ക് കൊടുക്കണോ? സോ ദിസ് ആൾ ദ തിങ്സ് വി ആർ ഗോയിങ് ടു പ്ലാൻ ഇൻ ദാറ്റ്. ആൻഡ് ദെൻ ഇന്നോവേഷൻ. സോ ഓൾവേസ് കം വിത്ത് എ ന്യൂ ഐഡിയ എന്നുള്ളതാണ്. കാരണം ഇന്നോവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് പുറത്താക്കപ്പെടും. കാരണം ആൾക്കാർ പെട്ടെന്ന് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ വേസ്റ്റായി മാറും. സോ നോ വൺ വിൽ സെലക്ട് അസ്, നോ വൺ വിൽ ക്രിയേറ്റ് എ നീഡ് ഫോർ അസ്. സോ ഓൾവേസ് വി ഹാവ് ടു കം അപ്പ് വിത്ത് എ ന്യൂ ഐഡിയ or a new innovation or a new thing in our product. And then liaison with government. The entrepreneur എന്ന് പറയുന്ന വ്യക്തി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടതാണ്. ബിസിനസ്സിൽ നമുക്ക് കുറച്ച് എത്തിക്സ് ഉണ്ട്, നമുക്കത് മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റായിട്ട് ഒരു ടൈപ്പ് അതല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈസൺ വിത്ത് ദി ഗവൺമെൻറ് എന്ന് പറയുന്നത്. ആൻഡ് വിത്ത് ഓൺലി 2 more functions is remaining. One is project implementation. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ ഇത്രയും നേരം പ്ലാൻ ചെയ്ത കാര്യങ്ങൾ വി ആർ ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ കൂടെ വരുന്നതാണ് അതർ ഫങ്ഷൻസ് ആയിട്ട് വരുന്നതാണ് സോഷ്യൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക, റെൻഡർ സർവീസ് ടു ദി പീപ്പിൾ അറൗണ്ട് ഹിം, ഫുൾഫില്ലിങ് സോഷ്യൽ ഓബ്ലിഗേഷൻസ്. നമ്മൾ ബിസിനസ് നടത്തുന്നത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, വി ആർ ഡൂയിങ് സംതിങ് ടു ദി സൊസൈറ്റി എന്നുള്ളതാണ്. സോ ആ കാര്യങ്ങളും കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ബിക്കോസ് സൊസൈറ്റിയിൽ നിന്ന് വേണം നമുക്ക് ആൾക്കാർ നമുക്ക് ജോലിക്ക് കിട്ടാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് ആർക്കും തന്നെ ഒരു ദോഷകരമായിട്ടുള്ളൊരു കാര്യങ്ങൾ ഉണ്ടാകരുത്. അത് ഞാൻ പറഞ്ഞു, ബിസിനസ്സിൽ കുറച്ച് എത്തിക്സ് ഉണ്ട്. ഈ എത്തിക്സ് നമ്മൾ കാറ്റിൽ പരത്താനുള്ളതല്ല. ഹാവ് ടു ഫോളോ ദോസ് എത്തിക്സ്. അതാണ് ഞാൻ പറഞ്ഞു, മൈൻഡിലും അതേപോലെ തന്നെ ഇൻ എവറി സെൻസ് വി ഹാവ് ടു ബിക്കം റിച്ച് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നോളജിൽ റിച്ച് ആവണം, ലേണിങ്ങിൽ റിച്ച് ആവണം, അതേപോലെ തന്നെ ഹാർഡ് വർക്കിൽ റിച്ച് ആവണം, നമ്മുടെ മൈൻഡിൽ റിച്ച് ആവണം, നമ്മൾ വെൽത്തിലും നമ്മൾ റിച്ച്നെസ് ഉണ്ടായിരിക്കും. Okay, so these are the functions and the qualities of a successful entrepreneur. Okay, remaining we will see in the next class. Thank you.